ഈ ക്വസ്റ്റ്യൻ മോദി മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണെന്ന് ചെക്ക് ചെയ്യണം. ഒപ്റ്റിമൽ സൊല്യൂഷൻ ഏറ്റവും ചെറിയ കോസ്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു നമ്മൾ മുന്നേ പഠിച്ച മെത്തേഡ്, ലീസ്റ്റ് കോസ്റ്റ്, നോർത്ത് വെസ്റ്റ്, അതിലേതെങ്കിലും വോക്കൽ മെത്തേഡൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു ടോട്ടൽ കോസ്റ്റ് നമ്മൾ ഫൈൻഡ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡാണ്. നോർത്ത് വെസ്റ്റ് കോർണർ ടോപ്പിലെ ഈ കോസ്റ്റിലെ ഏറ്റവും ടോപ്പ് ലെഫ്റ്റിലുള്ള വാല്യൂ ഇപ്പോൾ 3 അല്ലേ. അപ്പോൾ 3 എത്രയാണ് ഡിമാൻഡ് ചെയ്യുന്നത്? 200. പക്ഷേ സപ്ലൈ ചെയ്യുന്നത് 250 ഉണ്ട്. സോ നമുക്ക് എത്ര കിട്ടും? ഇത് ഓരോന്നിലായിട്ട് ചെയ്യണം. ഞാൻ ഇപ്പോൾ ഇതിൽ തന്നെ ഫുള്ള് ചെയ്യുന്നുണ്ട്, ഈ ഒരു ടേബിളിൽ തന്നെ. അപ്പം എന്ത് വരും? നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത് 200 ആണ്. അപ്പോൾ നമുക്ക് 200 കിട്ടി. ദെൻ ഇവിടെ നിന്ന് എത്ര പോയി? 200. അങ്ങനെ ഓരോന്നും ചെയ്യാൻ പറ്റും. 50 ആവും. 200 ഇവിടുന്ന് പോയി 50 ആവും. ഇനി അടുത്തത് ഇവിടെ 0 ആയി. സോ നമുക്ക് ഇത് ക്രോസ് ചെയ്യാം. ക്രോസ്. ഇനി നെക്സ്റ്റ് അടുത്ത ടോപ്പിലുള്ളത് ഏതാ? ഇത്രയും പോർഷനിലുള്ള ഇതിൽ 1 ആണ്. 1 എത്ര ഡിമാൻഡ് ചെയ്യുന്നത്? 300. പക്ഷേ 50 മാത്രമേ സപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്കിവിടെ എന്ത് വരും? 50. അപ്പം ഇവിടെ എത്ര ആയി? 0 ആയി. ഇവിടെ നിന്ന് എത്ര കിട്ടിയിട്ടുണ്ട്? ഡിമാൻഡ് ചെയ്തത് 50 കിട്ടി. അപ്പോൾ 250 ആയി. ദെൻ ഇവിടെ 0 ആയതുകൊണ്ട് ഈ കോളം നമ്മൾ ക്രോസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് പിന്നെ ഏറ്റവും ടോപ്പിലുള്ളത് 6 ആണ്. 6 ഡിമാൻഡ് ചെയ്യുന്നത് 350 ആണ്. ഡിമാൻഡ് ചെയ്യുന്നത് 250 ആണ്. അവിടെ 350 ഉണ്ട്. സോ നമുക്ക് 250 കിട്ടി. ഇവിടെ 0 ആയി. ഇവിടുന്ന് 250 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 100 വരും. അപ്പം ഇത് നമ്മൾ ക്രോസ് ചെയ്തു. ഇനി ഏറ്റവും നോർത്ത് വെസ്റ്റ് ഉള്ളത് 5 ആണ്. 5ൽ 350 ആണ് ഡിമാൻഡ് ചെയ്യുന്നത്. ബട്ട് 100 ഉള്ളൂ. 100ഉം കൊടുത്തു. ദെൻ ഇവിടെ 250 ആയി. എത്ര കിട്ടിയത്? 100. അത് നമ്മളിവിടെ മാർക്ക് ചെയ്തു. ദെൻ 0 ഉള്ളത് നമ്മൾ ക്രോസ് ചെയ്തു. ഇനി ഇവിടെ 3 ആണ് എന്നുള്ളത്. ഏറ്റവും ടോപ്പ് ലെഫ്റ്റിലുള്ളത് 3 എത്രയാണ് ഡിമാൻഡ് ചെയ്യുന്നത്? 250 ഡിമാൻഡ് ചെയ്യുന്നത്. 400 ഉണ്ട്. ബട്ട് നമ്മൾ 250 വേണ്ടുള്ളൂ. അതുകൊണ്ട് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് 250 കൊടുത്തു. 150 ആയി. ദെൻ 250 കിട്ടി. ദെൻ ഇവിടെ 0 ആയി. ഇത് ക്രോസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് ഇവിടെ 150 ആണ് ഡിമാൻഡ്. 150 കൊടുക്കാനുണ്ട്. അപ്പോൾ 150 കിട്ടി. ഇത് 2 0 ആയി മാറി. ദെൻ ക്രോസ് ചെയ്യാം. ഇതിൽ ക്രോസ് ചെയ്യാം. ഇവിടുന്ന് ക്രോസ് ചെയ്യാം. അപ്പോൾ എല്ലാം നടന്നു. ഈ അലോക്കേഷൻ മൊത്തം നടന്നു. ഇനി നമുക്ക് ടോട്ടൽ കോസ്റ്റ് ഫൈൻഡ് ചെയ്യാം. അതായത് അലോക്കേറ്റഡ് ആയിട്ടുള്ള വാല്യൂസ് വെച്ച് ടോട്ടൽ കോസ്റ്റ്, അതായത് 3 × 200 പ്ലസ് 50 × 1 പ്ലസ് 6 × 250 പ്ലസ് 5 × 100 പ്ലസ് 3 × 250 പ്ലസ് 2 × 150. ഇത്രയേ ഉള്ളൂ. 3700 ആണ് ഇത്. ഇനി നമുക്കിത് ഇതിലും ചെറിയ വാല്യൂ നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ മോദി മെത്തേഡിലേക്ക് പോകും. അപ്പോൾ മോദി മെത്തേഡിൽ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നമുക്ക് കറൻറ്റ്ലി ഉള്ള ഈ ഒരു അലോക്കേറ്റഡ് ആയിട്ടുള്ള ഈ ടേബിളിൽ നിന്ന് നമുക്ക് എന്ത് വേണം? U1ഉം U2ഉം ഫൈൻഡ് ചെയ്യണം. U3 ഫൈൻഡ് ചെയ്യണം. അത് Uവും Vയും നമുക്ക് Uവും Vയും നമുക്ക് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പം U1 = U2, U3, V1ഉം V2 ഓരോ സെല്ലിലും നമുക്ക് കോളം വാല്യൂസും റോ വാല്യൂസിനും V1 U1 എന്ന് പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. V3 V4. ഇനി ഇത് ഫൈൻഡ് ചെയ്യേണ്ടത് ഒരു ഇക്വേഷൻ ഉണ്ട്. Cij = Ui + Vj ഫോർ അലോക്കേറ്റഡ് സെൽസ്. അതായത് അലോക്കേറ്റഡ് സെൽസിന് മാത്രമാണ് ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഏതൊക്കെ 3 ആണ് അലോക്കേറ്റഡ്, 1, 6, 5, 3, 2 ആണ് അലോക്കേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ 3ൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ കോളത്തിൻ്റെ പൊസിഷനാണ്, സെല്ലിൻ്റെ പൊസിഷനാണ് ij. എന്ന് പറഞ്ഞാൽ റോയും ജെൻ്റെ പൊസിഷനാണ് നമ്മൾ തരുന്നത്. 3 എന്നുള്ളത് C ഫസ്റ്റ് കോളം. അപ്പോൾ C11 ഏതൊക്കെയാണ് പിന്നെയുള്ള C11 = 3. പിന്നെ C ഫസ്റ്റ് റോയിൽ സെക്കൻഡ്. അപ്പോൾ C12 = 1. പിന്നെ C22 = 6. പിന്നെ C23 = 5. പിന്നെ ഒന്നുകൂടി ഉണ്ട് C33 = 3. പിന്നെ C34 = 2. ഇത്രയാണ് അലോക്കേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ
ഇക്വേഷൻ വെച്ചാൽ നമുക്ക് എന്താ ഫൈൻഡ് ചെയ്യാം, ഓരോ യുടെ വാല്യൂ യുടെ വാല്യൂസ് ആണ് ഫൈൻഡ് ചെയ്യാം. അപ്പം C113 ആണ്. അപ്പോൾ 3 is equal to U1, അതായത് ഐൻ്റെ സ്ഥാനത്ത് 1 ആണ്, ജെയിൻ്റെ സ്ഥാനത്ത് ഇവിടെ 1. അപ്പോൾ ഐ ആണ് UI. അപ്പോൾ U1 പ്ലസ് VJ എന്നുള്ള V1. അപ്പോൾ V1 U1 എന്നുള്ളത് നമ്മൾ എന്ത് സെറ്റ് ചെയ്യണം, എപ്പോഴും 0 ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, V1ൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ 3 is equal to 0 പ്ലസ് V1. അപ്പോൾ therefore V1 equal to 3. അതാണ് ഒന്ന്. ഇനി V1ൻ്റെ വാല്യൂ കിട്ടി 3. ഇനി നമുക്ക് എന്താ U2 U3 ഇതൊക്കെ കിട്ടാൻ. ഇനി C12 എങ്ങനെ എഴുതാം, C12 1 ആണ്. അപ്പോൾ 1 is equal to U1 പ്ലസ് V2 ആണ്. U1 അറിയാം 0 ആണെന്നുള്ളത്. അപ്പോൾ V2 equal to 1, V2 equal to 1 കിട്ടി. ഇനി C22 6 ആണ്. 6 equal to U2 പ്ലസ് V2 ആണ്. U2 നമുക്കറിയാം, U2 അറിയില്ല, V2 അറിയാം. അപ്പോൾ നമുക്ക് എന്താ V2 1 ആണെന്നറിയാം. അപ്പോൾ 6 is equal to U2 പ്ലസ് 1. അപ്പം U2 is equal to 1 ആകുമ്പോഴത്തേക്കും 6 മൈനസ് 1 5 കിട്ടും. അപ്പോൾ U2 കിട്ടി. ഇനി നമുക്ക് U3യിലേക്ക് നോക്കുമ്പോൾ C23 എന്നുള്ളത് 5 ആണ്. 5 equal to U2 പ്ലസ് V3. അപ്പോൾ U2 നമുക്കറിയാം എത്ര 5. അപ്പോൾ 5 മൈനസ് 5 is equal to V3 എന്നുള്ള 0 കിട്ടും. 0 is equal to V3 0. ദെൻ V4. അടുത്തത് V4 നമുക്ക് ഫൈൻഡ് ചെയ്യാം. V4 നമുക്ക് C33 എന്നുള്ളത് 3 ആണ്. അപ്പോൾ 3 is equal to U3 പ്ലസ് V3. V3 നമുക്കറിയാം 0 ആണെന്നുള്ളത്. അപ്പോൾ നമുക്ക് U3 എന്നുള്ളത് എന്താ കിട്ടും, 3 എന്ന് കിട്ടും. 3. ഇനി നെക്സ്റ്റ് C34 എന്നുള്ളത് 3 4 2 ആണ്. 2 is equal to U3 പ്ലസ് V4 നമുക്ക് എഴുതാൻ പറ്റും. ദെൻ U3ൻ്റെ വാല്യൂ 3 ആണ്. 3 പ്ലസ് V4 ഇവിടെ 2 ഉണ്ട്. അപ്പോൾ 3 ഈക്വലിൻ്റെ സൈഡിലേക്ക് -1. അപ്പോൾ V4ൻ്റെ വാല്യൂ -1. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടി, U1 U2 എല്ലാ വാല്യൂസും കിട്ടി. ഇത് യൂസ് ചെയ്തിട്ട്, അതായത് അലോക്കേറ്റഡ് സെൽസാണ്, സെൽസിനെ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ ഈ ഇക്വേഷൻ. ഇനി നമുക്ക് എന്താ ഒരു ഡെൽറ്റേൻ്റെ വാല്യൂ, ഒരു ഓപ്പർച്യൂണിറ്റി സെല്ല് നമുക്ക് ഫൈൻഡ് ചെയ്യണം. ഡെൽറ്റ IJ. ഇതിൻ്റെ ഇക്വേഷൻ ആണ് ഈക്വൽ ടു CIJ മൈനസ് UI പ്ലസ് VJ ആണ്. ഇത് ഫൈൻഡ് ചെയ്യുന്നത് ഈ വാല്യൂസ്, ഇതിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ എന്താ, ഈ സൊല്യൂഷൻ എന്താ, ഒപ്റ്റിമൽ ആയിരിക്കും. പ്ലസ് ഒപ്റ്റിമൽ ഇഫ് ഡെൽറ്റ IJൻ്റെ വാല്യൂ ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ഒപ്റ്റിമൽ. എന്നിട്ട് ഇപ്പോൾ നമുക്ക് എന്താ, ഇതുവരെ നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ഡെൽറ്റ ഈ വാല്യൂസ് ഫൈൻഡ് ചെയ്യണം. ഈ ഇക്വേഷൻ വരുന്നത് ഫോർ അൺഒക്യുപ്പൈഡ്, അതായത് അൺഒക്യുപ്പൈഡ് സെൽസിലാണ്. അലോക്കേറ്റഡ് ആവാത്ത സെൽസ് ഏതൊക്കെ, ഇതിൽ 7 4, അതായത് ഇങ്ങനെ ഈ അലോക്കേഷൻ നടക്കുക 7 4 2 9 8. അപ്പം ഇനി ഡെൽറ്റേൻ്റെ വാല്യൂ കാണണം. അപ്പോൾ CIJ മൈനസ് UI പ്ലസ് VJ, ഇതാണ് ഡെൽറ്റ വേണമുള്ള ഇക്വേഷൻ. അപ്പം ഫോർ അൺഒക്യുപ്പൈഡ് സെൽസാണ്. അപ്പോൾ 7 ആണുള്ളത്. അപ്പോൾ 7 ഏതാ പൊസിഷൻ, C1 3 is equal to 7. പിന്നെ ഏതാ 4, C1 4 is equal to 4 ആണ്. പിന്നെ 2 ആണ്, C21 is equal to 2. പിന്നെ 9, C2 4 is equal to 9. പിന്നെ 8 മാത്രമേ ഉള്ളൂ. 8ൻ്റെ പൊസിഷൻ എന്താ, C മൂന്നാമത്തെ റോയിൽ C31 is equal to 8. നമുക്ക് ഓരോന്നും ഫൈൻഡ് ചെയ്യാൻ പറ്റും. 7 ആണ്. 7 C13 7 മൈനസ് U1 പ്ലസ് V3 ആണ്. U1 0 ആണ്. 0 പ്ലസ് V3 എന്നുള്ളത് 0 ആണ്. അപ്പോൾ നമുക്ക് ഡെൽറ്റേൻ്റെ വാല്യൂ എന്താ, 7. ദെൻ നെക്സ്റ്റ് 4 മൈനസ് U1 എന്നുള്ളത് 0 ആണ്. പ്ലസ് V4 ആണ്. V4 എന്നുള്ളത് -1 ആണ്. ഇതിൻ്റെ വാല്യൂ എന്താ, 5 കിട്ടും. ദെൻ പിന്നെ 2 മൈനസ് U2 എന്ന് പറഞ്ഞാൽ 5 ആണ്. പ്ലസ് V1 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ നമുക്ക് എന്തായിട്ട് 2 മൈനസ് 8 -6 കിട്ടും. ദെൻ പിന്നെ അടുത്തത് 9
u2 5 ആണ് പ്ലസ് v4 -1. അപ്പോൾ ഇവിടെ 9 - 4 5 കിട്ടും. ദെൻ നെക്സ്റ്റ് 8 -u3 എന്നുള്ളത് 3 ആണ്. u3 എന്നുള്ളതിൻ്റെ വാല്യൂ 3 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി 3. ദെൻ പിന്നെന്താ v1ൻ്റെ വാല്യൂ 3 ആണ്. അപ്പോൾ 3 + 3 8 -3 + 3 അപ്പോൾ 8 - 6 എത്ര കിട്ടും 2. അപ്പോൾ നമുക്കിവിടെ എല്ലാ വാല്യൂസും ആണെന്നുണ്ടെങ്കിൽ -6 ആണ് പോസിറ്റീവ് വാല്യൂ, ഡെൽറ്റ ൻ്റെ വാല്യൂ >0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നത് ഒപ്റ്റിമലാന്ന് പറയും. ബട്ട് ഇവിടെ എന്താ -6ൻ്റെ വാല്യൂ മാത്രം ഇവിടെ എന്തുണ്ട് നെഗറ്റീവാണ്. സീറോനേക്കാളും എന്താ ചെറിയ വാല്യൂ ആണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇതും 3 എന്നുള്ളതും അലോക്കേറ്റ് ചെയ്യാത്തതാണ്, അവിടെ അലോക്കേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ 3ൻ്റെയും കൂടി കാണാം. അപ്പോൾ സി മൂന്നാമത്തെ റോയിൽ രണ്ടാമത്തെ കോളത്തിലാണ് അപ്പോൾ 3 ഉള്ളത്. അപ്പോൾ ഇവിടെ എന്താ 3 - u3ൻ്റെ വാല്യൂ 3 ആണ്. 3 + v2 എന്നുള്ളത് 1 ആണ്. അപ്പോൾ 3 - 4 = അപ്പോൾ രണ്ട് വാല്യൂസ് എന്താണ് നെഗറ്റീവാണ്. അപ്പോൾ അതിൽ ഏറ്റവും മോസ്റ്റ് നെഗറ്റീവായിട്ട് വരുന്ന വാല്യൂ ആണ് -6. ആ -6ൻ്റെ പൊസിഷൻ ഏതാണ്? -6ൻ്റെ പൊസിഷൻ C21, അതായത് C21 ഇവിടെ 2ലാണുള്ളത്. അപ്പം 2 എന്ന് പറഞ്ഞ സെല്ലിലാണ് ഏറ്റവും മോസ്റ്റ് നെഗറ്റീവ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് എന്താ അടുത്ത സ്റ്റെപ്പായിട്ടുള്ള ലൂപ്പ് ഫോം ചെയ്യേണ്ടത്. ലൂപ്പ് ഫോമിംഗ് ആണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ ലൂപ്പ് ഫോമിംഗ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ലൂപ്പ് ഫോമിംഗ്. അപ്പോൾ ലൂപ്പ് ഫോമിങ്ങിന് ഒരു പ്രത്യേകത ആണ്, ലൂപ്പ് ഫോം ചെയ്യുമ്പോൾ അലോക്കേഷൻ നടക്കുന്നതിലൂടെ മാത്രമാണ് ലൂപ്പ് ഫോമിങ് ഉള്ളത്. അപ്പോൾ നമ്മൾ 2 നമുക്ക് ഇങ്ങോട്ട് കൊടുക്കാം, കാരണം എന്താ ഇവിടെയാണ് അലോക്കേഷൻ ഉള്ളത്. അപ്പോൾ 2 ഞാൻ ഇങ്ങോട്ട് പോയി. ദെൻ പിന്നെ അലോക്കേഷൻ ഇങ്ങോട്ട് തന്നെ ഉള്ളൂ. ലൊക്കേഷൻ ഉണ്ട്, നമുക്ക് ഡയറക്ഷൻ ഇങ്ങോട്ടായി. പിന്നെ നമുക്ക് അലോക്കേഷൻ ഇങ്ങോട്ട് പോകാൻ പറ്റില്ല, ഡയറക്ഷൻ ഇങ്ങോട്ട് പോകാൻ പറ്റില്ല, കാരണം ഇവിടെ എന്താ അലോക്കേഷൻ ഇല്ല. താഴത്തേക്ക് പോയി ദെൻ എന്താ ലൂപ്പ് എന്താ എൻഡിങ്ങും സ്റ്റാർട്ടിങ്ങും സെയിം ആണ്. അപ്പോൾ നമുക്ക് എന്താ ഇങ്ങനെ ആയിരിക്കും ഡയറക്ഷൻ വരുന്നത്. ഇനി നമുക്കെന്താ സൈൻ അസൈൻ ചെയ്യണം. തുടങ്ങിയ സ്ഥലത്തിന് നമ്മൾ പോസിറ്റീവ് വന്നു, പിന്നെ അൾട്ടർനേറ്റീവായിട്ട് ഡയറക്ഷൻ ഇങ്ങോട്ടല്ലേ വരുന്നത്, അൾട്ടർനേറ്റീവായിട്ട് കൊടുക്കുക. നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ് സൈനിലുള്ള ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ ഏതാണോ നോക്കാം. ഏറ്റവും സ്മോളസ്റ്റ് സ്മോളസ്റ്റ് സപ്ലൈ ഡിമാൻഡും ചെയ്തിരിക്കുന്ന ഈ വാല്യൂ നമ്മൾ നോക്കുക. അതേതാണ് 200 ആണോ 250 ആണോ? നെഗറ്റീവ് സൈൻ കൊടുത്തിട്ടുള്ളതിൽ നെഗറ്റീവ് സൈനിൽ നിന്ന് കൊടുത്തിട്ട് ഏതാണ് 200 ആണ് ഏറ്റവും ചെറുത്. അപ്പോൾ നമ്മൾ പോസിറ്റീവ് സൈൻ കൊടുത്തിട്ടുള്ളവർക്ക് ആഡും ചെയ്യുക, അല്ലാത്ത നെഗറ്റീവ് സൈൻ കൊടുത്തിട്ടുള്ളവർക്ക് സബ്സ്ട്രാക്റ്റും ചെയ്യുക ഈ 200. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ ഓൾറെഡി ഒരു അലോക്കേഷനും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ആഡാണുള്ളത്. അപ്പോൾ ഇവിടെ എന്താ വരിക 200 ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് പുതിയൊരു ടേബിളായിട്ട് വരയ്ക്കാം. അപ്പോൾ ഇവിടെ 2 എന്നുള്ളത് പോസിറ്റീവാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ ആഡ് ചെയ്യും 200 നമ്മൾ ആഡ് ചെയ്യും. ഇവിടെ നിന്നുള്ളത് സ്റ്റാർട്ട് ചെയ്യുന്നത് ലൂപ്പ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇതിൽ പോകുന്നു ഇങ്ങനെ ഇതാണ്. അപ്പോൾ ഇവിടെ നമ്മളെന്താ അടുത്തത് ഇവിടുന്ന് 200 ആണ് അലോക്കേഷൻ, ഇന്ന് സബ്സ്ട്രാക്റ്റ് ആണ്, ഇവിടെ മൈനസ് ആണ് സബ്സ്ട്രാക്റ്റ്, ഇവിടെ 0 അലോക്കേഷൻ പോയി. ദെൻ 1 പിന്നെ കോർണറിലുള്ളത് എന്താ 50 ആണ്. 50 ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ അലോക്കേഷൻ എന്തായി 200 ആഡ് ചെയ്യണം. അപ്പോൾ 250 ആവും 250. ദെൻ ഇവിടെ 6ൻ്റെ അവിടെ 250 ആണ്, അവിടെ നിന്ന് മൈനസ് ആണ് സൈന്. അപ്പോൾ നമുക്ക് എന്താ അവിടെ 200 പോകുമ്പോൾ നമുക്ക് എന്താ 50 കിട്ടും. ദെൻ ഇതാണ് ഇപ്പോൾ ഉള്ള കറൻ്റ് ആയിട്ടുള്ള നമ്മളുടെ ടേബിൾ. ഈ ടേബിൾ അതായത് അലോക്കേഷൻ നടന്നിട്ടുള്ള ഒരു പുതിയ ടേബിൾ. ഈ ടേബിളിൽ നിന്ന് വീണ്ടും നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യണം? u1ഉം u2ഉം u3 ഒക്കെ പുതിയ ഇത് ഫൈൻഡ് ചെയ്യണം. ഇത് യൂസ് ചെയ്ത്, കാരണം അലോക്കേഷൻ മാറിയല്ലോ, 2ന് അലോക്കേഷൻ കിട്ടി, 3ൻ്റെ അലോക്കേഷൻ മാറിയോണ്ട് പുതിയൊരു ടേബിൾ. ഇനി ഇതിൻ്റെ u1 u2 നമ്മൾ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ നേരത്തെ ഫൈൻഡ് ചെയ്ത പോലെ തന്നെ നമ്മളെന്താ u1ൻ്റെ വാല്യൂ 0 കൊടുത്ത് അസൈൻ ചെയ്യും. എന്നിട്ട് നമുക്ക് അലോക്കേറ്റഡ് ആയിട്ടുള്ള വാല്യൂസ് മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇവിടെ അലോക്കേറ്റുള്ള 1 6 5 3 2 അത് മാത്രമാണ്. അത് യൂസ് ചെയ്തിട്ട് നമ്മൾ v1ൻ്റെയും v2ൻ്റെയും u2ൻ്റെ ഒക്കെ വാല്യൂസാണ് നേരത്തെ ഫൈൻഡ് ചെയ്ത പോലെ തന്നെ ഫൈൻഡ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മളെന്താ അൺഒക്യുപ്പൈഡ് സെൽസിന് വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, ∆ij കാണാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഫൈൻഡ് ചെയ്യും. അപ്പോൾ വീണ്ടും എന്താ നമുക്ക് ഇത്രയും വാല്യൂസ് നമുക്ക് എന്താ കിട്ടുന്നത്
പോസിറ്റീവാണ്. അപ്പോൾ -1 മാത്രം വീണ്ടും എന്താ നെഗറ്റീവ് വാല്യൂ കിട്ടി. അപ്പോൾ നെഗറ്റീവ് വാല്യൂ കിട്ടിയുകൊണ്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ലൂപ്പ് ഫോം ചെയ്യണം. ലൂപ്പ് ഫോം ചെയ്യുന്നത് നമുക്കറിയാം എങ്ങനെയാണ്, ഏത് വാല്യൂവിലാണോ നെഗറ്റീവ് ഉള്ളത് അത് നോക്കുക. അപ്പോൾ ഇവിടെ ഏത് വാല്യൂവിലാണ് നെഗറ്റീവ് ഉണ്ടായിരുന്നത് അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് ചെയ്യേണ്ടത്. അപ്പം നമ്മളുടെ നെഗറ്റീവ് ഉണ്ടായിരുന്നത് C32ലാണ്, അതായത് മൂന്നാമത്തെ റോയിൽ രണ്ടാമത്തെ റോൾ 3 എന്നാണ്. അപ്പോൾ 3 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, അലോക്കേറ്റഡിലെ സെൽസിലൂടെ നമ്മൾ എന്താ ട്രാവൽ ചെയ്തിട്ട് ഒരു ലൂപ്പ് ഫോം ചെയ്തു. ഇനി നെഗറ്റീവ് സൈനിൽ കൊടുത്തിട്ടുള്ളതിൽ ഏറ്റവും ചെറിയ വാല്യൂ ഏതാ, 50 ആണ്. ആ 50 ആണ് നമ്മൾ എന്താ ഇതിന്ന് ഇനി സബ്സ്ട്രാക്റ്റും ആഡും ചെയ്യേണ്ടത്. നെഗറ്റീവ് സൈനിലോട്ടുനിന്ന് സബ്സ്ട്രാക്ട് ചെയ്യണം, എന്താണ് ആഡ് ഉള്ളത്, അതായത് പോസിറ്റീവ് സൈനുള്ളടത്ത് നിന്ന് ആഡും ചെയ്യണം. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്, ഒരു ടേബിളാണ് ഇത് അടുത്ത ലൈനിൽ നമ്മൾ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 50 ആവും, 50 ഉള്ള 0 ആവും, 100 ഉള്ള 150, 250 ഉള്ള 200. ഇവിടെ ഒന്നും അലോക്കേഷൻ ഒന്നും ഇല്ലെന്ന്, അപ്പോൾ ഇവിടെ ആഡാണ് വന്നത്. അപ്പോൾ 50 എന്താ നമ്മൾ ആഡ് ചെയ്യും. ഇനി നമുക്ക് ചെക്ക് ചെയ്യണം ഈ കിട്ടിയിരിക്കുന്ന ടേബിളിലെ ഡെൽറ്റേൻ്റെ വാല്യൂസ് എല്ലാം എന്താ പോസിറ്റീവ് ആണോ എന്ന് നോക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഫൈൻഡ് ചെയ്യണം, U1ഉം U2ഉം U3 ഒക്കെ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ നേരത്തെ നമ്മൾ ഫൈൻഡ് ചെയ്ത പോലെ തന്നെ U1ഉം U2 നമ്മൾ ഫൈൻഡ് ചെയ്യും. എന്നിട്ട് ഡെൽറ്റ IJ വാല്യൂ ഫൈൻഡ് ചെയ്യും. ഡെൽറ്റ IJൻ്റെ വാല്യൂ നമ്മൾ ഫൈൻഡ് ചെയ്യുമ്പോൾ, അതായത് ഇതെന്താ പ്രത്യേകമുണ്ട് ഫോർ അൺഒക്യുപ്പൈഡ് സെൽസിന്. അപ്പോൾ എല്ലാ വാല്യൂസും ഡെൽറ്റൻ്റെ എല്ലാ വാല്യൂസും അൺഒക്യുപ്പൈഡ് സെൽസിന് വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് ഇവിടെ എടുക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എല്ലാ വാല്യൂസും പോസിറ്റീവ് ആണ്, അതായത് ഡെൽറ്റ വാല്യൂസ് ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, സോ ദ സൊല്യൂഷൻ ഈസ് ഒപ്റ്റിമൽ. എന്നിട്ട് നമ്മൾ ആ എന്നിട്ട് ഈ ടേബിളിലുള്ള വാല്യൂസ് വെച്ചിട്ട്, അതായത് അലോക്കേഷനൊക്കെ വെച്ചിട്ട് നമ്മളെന്താ ടോട്ടൽ കോസ്റ്റ് ആഡ് ചെയ്യും. അപ്പോൾ എന്താ 250 × 1, 150 × 5 പ്ലസ് 3 × 50 പ്ലസ് 200 × 3 പ്ലസ് പിന്നെന്താ 2 × 200 പ്ലസ് 2 × 150 ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, 2450 എന്നുള്ള വാല്യൂ എന്നാണ് മൊത്തം ലാസ്റ്റ് കിട്ടുന്നത്.